ലെബനോന് പുതിയ ഭരണ നേതൃത്വം. സൈനിക മേധാവിയായ ജോസഫ് ഔണിനെ രാഷ്ട്രത്തലവനായി ലെബനൻ പാർലമെന്റ് തിരഞ്ഞെടുത്തു. അമേരിക്കയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഔണിന്റെ പുതിയ നിയോഗം പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് കരുതുന്നത്. ഹിസ്ബുള്ളയ്ക്ക് സ്വാധീനം നഷ്ടപ്പെട്ട ലെബനിൽ പുതിയ ഭരണ നേതൃത്വം ജനങ്ങൾക്ക് പുത്തൻ പ്രതീക്ഷകളാണ് നൽകുന്നത്. 60-കാരനായ ജോസഫ് ഔൺ 2017 മുതൽ ലെബനൻ സൈന്യത്തിന്റെ മേധാവിയാണ്. 2022 ഒക്ടോബറിൽ മിഷേൽ ഔണിന്റെ കാലാവധി അവസാനിച്ചതു മുതൽ ലെബനനിലെ ക്രൈസ്തവ വിഭാഗത്തിനായി നീക്കിവച്ചിരിക്കുന്ന പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. 128 സീറ്റുള്ള പാർലമെന്റിൽ ആദ്യ റൗണ്ട് വോട്ടിന് ആവശ്യമായ 86 വോട്ടുകളിൽ ഔൺ പരാജയപ്പെട്ടെങ്കിലും രണ്ടാം റൗണ്ടിൽ 99 വോട്ടുകൾ നേടി വിജയിക്കുകയായിരുന്നു. ലെബനൻ പാർലമെന്റ് സ്പീക്കർ നബീഹ് ബെറിയാണ് തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിച്ചത്. 2022 ശേഷം ഒരു രാഷ്ട്രത്തലവനോ പൂർണ്ണ അധികാരമുള്ള മന്ത്രിസഭയോ ഇല്ലാത്ത ലെബനോനിൽ സർക്കാർ സ്ഥാപനങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള ആദ്യപടിയാണ് ജോസഫ് ഔണിന്റെ തിരഞ്ഞെടുപ്പ്. കഴിഞ്ഞ നവംബറിൽ അമേരിക്കയും ഫ്രാൻസും ഇടനിലക്കാരായി പ്രവർത്തിച്ച ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടം വെടിനിർത്തലിൽ എത്തിയതിൽ ജോസഫ് ഔണിന് ഒരു പ്രധാന പങ്കുണ്ട്. ഷിയ സഖ്യകക്ഷിയായ അമൽ മൂവ്മെന്റ് ഉൾപ്പെടെയുള്ള നിരവധി പാർട്ടികളുടെ പിന്തുണ ജോസഫ് ഔണിന് ലഭിച്ചതായി ലെബനൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.